അപ്പം നമുക്കിന്നൊരു കോക്ടെയിൽ ഉണ്ടാക്കിയാലോ? അതിന് ക്യാരറ്റും പിന്നെ പപ്പായയും. ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം. ഇത് രണ്ടും മിക്സിൻ്റെ ജാറിലിടുക. പിന്നെ വേണ്ടത് കട്ടയായ പാല്. ഞാനിതാ പാല് കട്ടയാക്കിയിട്ടെടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 സ്പൂണ് പാൽപ്പൊടി ഞാൻ ഈ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുന്തിരി, ബദാം, പിസ്ത, പിന്നെ ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്. എന്തൊക്കെ ഇടുക എന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സിയിൽ അരച്ച് എടുക്കാണ്ട് അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് ലാസ്റ്റ് ഇതിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് പഞ്ചസാരയിലോട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്, ബദാമും പിസ്തയൊക്കെ. അപ്പം അതെല്ലാം ഒരു ഗ്ലാസ്സിൽ കുറച്ചായിട്ട് ഇടുക. പിസ്തയും ബദാമും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഈത്തപ്പഴം എല്ലാം കുറച്ച് ഇടുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്ത ഇത് ഷേക്ക് ഉണ്ടല്ലോ, ക്യാരറ്റും പപ്പായയും കൂടി അടിച്ചെടുത്തത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പം അതിന് മുന്നേ കുറച്ച് ഐസ്ക്രീം ഇടുക. അങ്ങനെ എല്ലാ ഗ്ലാസ്സിലും കുറച്ച് പകർത്തി വെച്ച് ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് അലങ്കരിക്കാൻ ബാക്കി പൊടിച്ച് വെച്ച പിസ്തയും ബദാമും പിന്നെ ഈത്തപ്പഴം എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇതിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു പരീക്ഷണം. അപ്പോൾ പകുതി ഭാഗമായിട്ട് എന്താ പറയുക, നല്ല രസമുണ്ട് കുടിക്കാൻ. അപ്പോൾ ബൈ. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.